ഞങ്ങളത് പൈനിക്ക് പോകാൻ റെഡി ആയിക്കൊണ്ട് കണ്ടോ ഏട്ടതാ ഷൂ ഇട്ടിക്കൊണ്ട് നമ്മൾ കാർത്തിക്കുട്ടനുണ്ടായിരുന്നു അവിടെ. പിന്നെ ശ്രീകുട്ടിയുടെ മാലയിൽ എന്തോ ശരിയാക്കുന്നുണ്ട്. പിന്നെ അമ്മ അതാ ഏട്ടന് ചായ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുഴുങ്ങിയ പഴം ഉണ്ടായിരുന്നു, ബണ്ണും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം അതാ വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലഗേജ് കാര്യങ്ങളൊക്കെ എവിടെ വെക്കുക എന്നുള്ളതാണ്. വണ്ടിയിൽ സ്ഥലം കമ്മിയായതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മൾ മേലെ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആദ്യം കയറി സീറ്റൊക്കെ പിടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. എടവണ്ണ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തണുപ്പില്ലായിരുന്നു, അത്യാവശ്യം നല്ല കോട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഞങ്ങൾ വണ്ടി കേടുവന്നു. അപ്പോൾ അത് സ്വാഭാവികമാണല്ലോ, എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറയുമ്പോൾ വണ്ടി കേട് വരുമല്ലോ. പിന്നെ അതൊക്കെ നന്നാക്കാൻ നിന്നു. പിന്നെ ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വീട്ടിൽ അമ്മയും അമ്മായി എല്ലാവരും കൂടി ഉണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാൻ. ഫുഡ് നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നുട്ടോ. നല്ല മുളക് കിട്ട പേരക്കൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങളത് അപ്പോൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ചില്ലായിട്ട് പോയി. പിന്നെ അമ്പയൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ മക്കൾ ഇതാ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിന്ന്. പിന്നെ ഒരു ഉറക്കത്തിന് ശേഷം നമ്മളിതാ പഴനി എത്തിയിട്ടോ. പഴനി കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ത്രില്ലായി. കാരണം അത്രയും സ്റ്റെപ്പ് എങ്ങനെ കയറും എന്നുള്ള രീതിയായിട്ട് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും കയറും എന്ന് പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൂം ആദ്യം ബുക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, ഏട്ടൻ സെറ്റാക്കി തന്നാണ്. അപ്പോൾ എല്ലാവരും പോണത് ഒരു റൂമിലേക്കാണ് കേട്ടോ. ബാക്കി 2 റൂം മേലെയാണ്, 3 റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ കാർത്തിക്കുട്ടനും ഉണ്ട് അവിടെ. ഒരാളിതാ അങ്ങോട്ട് മണ്ടുന്ന്, ഒരാളിതാ അവിടെ. രണ്ടും വാശിയിലാട്ടോ. ഒരാൾക്ക് സ്റ്റെപ്പ് ഒട്ടിക്ക് ഇറങ്ങണം, അത് ഒരുത്തെന്താ അങ്ങോട്ട് പോയിന് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പിടിച്ചുകൊണ്ടതിന് ശേഷം വർത്താനം പറഞ്ഞു നിൽക്കുന്നത് ആദ്യം റൂം കിടക്കുന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് അച്ഛനാണ് ഒറ്റയ്ക്ക് അവിടെ കിടന്നത്. ഞങ്ങൾ മേലെ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രൈവർ അവിടെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ ചെറിയ കൺഫ്യൂഷനായിട്ടോ, എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. ഇപ്പോഴും വലിയ അറിവൊന്നുമില്ല, ഞങ്ങൾ പോകും തന്നെ. പിന്നെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. വിശന്നൊരു പരിവായിപ്പോയി. ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തു. കാർത്തിക്കുട്ടനെ ദോശയായിട്ട് ഓർഡർ ചെയ്തത്. കാർത്തിക്കുട്ടനെ വന്നിട്ടില്ല. പിന്നെ ഏട്ടൻ എന്താ പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് അച്ഛയും ഏട്ടനും അപ്പൂസും ശ്രീകുട്ടിയൊക്കെ ഉണ്ടായിട്ടോ. ഇവർ ഏറ്റവും ലാസ്റ്റ് ഇരുന്നത്. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ വേദുമോള് ഫുഡ് കഴിക്കാൻ വേണ്ടി കാത്തു നിന്നിട്ടോ കുറച്ച് നേരം. പിന്നെന്താ പുറത്തിറങ്ങി. ഇപ്പോഴും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും അമ്പലത്തിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ ആൾക്കാർ. എൻ്റെ അങ്ങോട്ട് പോയത് ഒരു രക്ഷയില്ല. നടന്നിട്ടാണെങ്കിൽ മടുത്തെന്ന് പറയാൻ പാടില്ലല്ലോ. പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഏട്ടനും അച്ഛനും കുട്ടീനെ അങ്ങനെ എടുത്തിരുന്നത്, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോൾ കുട്ടികൾ വാശി പിടിച്ചുകൊണ്ട് കേട്ടോ, അത് വാങ്ങിത്തരും ഇത് വാങ്ങിത്തരും എന്നുള്ളത് ഒന്നും വാങ്ങിക്കൊടുത്തില്ല. നാളെ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ പ്ലേ വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. അവിടെ അത്രയും ആൾക്കാരുണ്ട് കേട്ടോ. ഇനിയും പോകുന്നുണ്ട്, കുറേ ആൾക്കാർ സ്റ്റെപ്പ് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എങ്ങനെ ഞങ്ങളെ റൂമിലേക്ക് എത്തുന്നു. അങ്ങനെ കുറേ നേരം ചുറ്റി പറ്റുന്നു കേട്ടോ. ഞങ്ങൾ പാർട്ട് 2 ആയിട്ട് വരെ.